ഞാനൊരു ഹിന്ദുവായിരുന്നു. പ്രിയപ്പെട്ട യേശുക്രിസ്തുവിന്റെ വചനമോ ബൈബിളോ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എന്റെ ബാല്യ കൗമാര കാലങ്ങളിൽ ഈ വചനം എനിക്ക് പറഞ്ഞു തരുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ അനവധി നിരവധിയായിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ മാറിപ്പോകുമായിരുന്നു. രാത്രി പകലുമെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും കടം മാത്രം മിച്ചം വരുന്ന അനുഭവത്തിൽ നിന്ന് മാറ്റം വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ പകലില്ലാതെ അധ്വാനിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. എന്നാൽ നിങ്ങൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവനിൽ ആശ്രയിപ്പിന് നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുവിന് അത് ദൈവം അനുഗ്രഹിച്ച് തന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റും. നമുക്കറിയാം, അഞ്ച് അപ്പം കൊണ്ട് 2 മീൻ കൊണ്ട് പ്രിയപ്പെട്ട 5000 പുരുഷന്മാരെയും അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും പോറ്റി പുലർത്തിയ ഒരു ദൈവമുണ്ട്. യേശുക്രിസ്തു അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്റെ സമ്പത്തിന് ഒരു മാറ്റം വരത്തില്ല. അല്ല, ഇനി സമ്പന്നന്മാരായിരിക്കുന്നവരോട് ഞാൻ ചോദിച്ചേട്ടെ, എന്തുമാത്രം സമ്പത്ത് നിനക്കുണ്ട്? നിനക്ക് എന്താ കുഞ്ഞ സമാധാനമില്ലാത്തത്? നിന്റെ അകത്തളങ്ങളിൽ എന്തിനാണ് ദീർഘനിശ്വാസവും നെടുവെപ്പുകളും? ഈ നിന്റെ വീട്ടിലെ വഴക്ക് ആരും അറിയുന്നില്ല, വീട്ടിലെ നിസ്സഹായാവസ്ഥ ആരും അറിയുന്നില്ല. പുറമെ ഇറങ്ങുമ്പോൾ നീ രാജാവാണ്, മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നവരാണ്. എന്താണ് നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നിനക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിനെ നീ ഞാൻ ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ പറയുകയാണ്, നിന്റെ സമ്പത്തോ കൊട്ടാരങ്ങൾക്കോ നിന്റെ അകത്തളങ്ങളിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ചെറ്റക്കുടിൽ ജീവിച്ചാലും ക്രിസ്തു പുലർത്ത് സമാധാനത്തിൽ വാഴുവാൻ കഴിയും. നോക്ക് പ്രിയപ്പെട്ട, ഇങ്ങനെ നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടെ കടന്നു